actually feels like serum, not sunscreen. Honestly, this one kills it. I want sunscreen and I also want that glow, but I am not ready to layer 3 products in this heat. So, I saw this K Beauty tinted sunscreen. കൊണകൊണയോ ഈ നമ്പര കൊണയോ കൊണകൊണയോ. എല്ലാവർക്കും നമസ്കാരം. മീറ്റ് മിസ് അപർണ തോമസ്. അപർണ തന്നെ ഇവളെ പേര്, പേര് പറഞ്ഞില്ല, അഡ്ജസ്റ്റ് ചെയ്യും. അപർണ തന്നെ ഇവളുടെ പേര് വന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇവളുടെ പേര് എന്തുവാടേ, ആരെങ്കിലും ഒന്ന് പറഞ്ഞാടേ. അപർണ തോമസ് തന്നെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപർണയാണ് അരുണിമയാണോ എന്നൊരു ഡൗട്ട് പെട്ടെന്ന്. ഞാൻ ഈ അൽക്കുലത്തെ വീഡിയോകളൊന്നും കാണാറില്ല, അതുകൊണ്ട് തന്നെ ഇവളുമാരുടെ പേരുകളും എനിക്ക് നേരെ അറിയത്തില്ല. എന്തായാലും കുറേ ബ്യൂട്ടി ടിപ്സാണ് കൊടുക്കുന്നത്. ഇതിനേക്കാളും ഭേദം ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ജിത നായരാണ്. അവൾ കുറേ ആണുങ്ങളുടെ എണ്ണയും പുണ്ണാക്കും കളയുന്നതല്ലാണ്ട് ഈ പറയുന്ന വേറെ ക്രീം പ്രൊമോഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ജിത നായരാണ് ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. മൈ ബേ വൈ കല്യാണിയെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഏറിപ്പോക്ക് പോയിട്ടുണ്ടായിരുന്നു, താഴെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ മൈ ബേ വൈ കല്യാണിയെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത അതേ ഡോക്ടറാണ് നമ്മുടെ അപർണ തോമസിനെയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അവരവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവരുടെ സ്കിന്നൊക്കെ ഗ്ലോ ആക്കി ഇങ്ങനെ ഗ്ലോച്ചി കൊണ്ട് നടക്കുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ. നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ഉള്ള പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നല്ല ഒന്നാന്തരം വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന ഫ്രോഡ് പരിപാടി ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അതായത് മക്കളെ, മല്ലയ്യ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പോയിട്ട് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്. ഏത് മറ്റേ ദെയർ ഫോർ ആ ക്ലിനിക്കിലെങ്ങാണ്ട് പോയി ആ ഒരു ഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ അവർ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ദ സെയിം ട്രാക്ക് ഓഫ് മൈ വേ ബൈ കല്യാണി. അപ്പോൾ ഇത് എവിടെ നിന്നാണ്? ഡോക്ടറിൻ്റെ കേസെന്നല്ലേ, ഡോക്ടറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേ ഡോക്ടറിനെ. പക്ഷെ ഇപ്പോൾ അവർ ആ സ്റ്റോറി അവരുടെ പേജിൽ നിന്ന് തന്നെ മുക്കി. കാരണം ഇപ്പോൾ റീസെൻറ്റ് ഇഷ്യൂ വന്നപ്പോഴേ, കല്യാണിയുടെ ഇഷ്യൂ വന്നപ്പോൾ പ്രൊമോഷനൊന്നും അവർ കൊടുക്കാറില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ഇത് കണ്ട് ആരെങ്കിലും കുത്തിപ്പൊക്കി എടുത്തോണ്ടെന്ന് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് അവരെ നാണം കെടുത്തിയാലോ എന്ന് ആലോചിച്ചിട്ട് അവർ നൈസായിട്ട് ആ സാധനം മുക്കിയിട്ടുണ്ട്. അപ്പോൾ അപർണ തോമസ് എയറിലാണ്. ഇടയ്ക്ക് 2 ദിവസം മുന്നേ ഞാനൊന്ന് എക്സ്പോസ് ചെയ്തുള്ളൂ വേറൊരു കേസിൽ. അതായത് മുഖത്ത് വേറെ എന്തോ തേച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടി ഈ നാട്ടുകാരെ പറ്റിക്കുന്ന പ്രൊമോഷൻ ചെയ്യുന്ന സാധനം എടുത്ത് പുറത്തുകൂടി തേച്ച് നാട്ടുകാരെ പറ്റിച്ചിട്ട് പെട്ടെന്നൊക്കെ ഷോ ഓഫൊക്കെ കാണിക്കുന്ന പരിപാടി. അപ്പോൾ നാട്ടുകാരെ പറ്റിക്കുന്ന സ്ഥിരം പരിപാടിയാണ്. സൺസ്ക്രീന് ആഴ്ചയിൽ 4-5 എണ്ണം പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ മക്കളെല്ലാം വാരി തേച്ചോ, ഈ ഒരു പരിപാടിയാണ്. ഓരോ കമ്പനി പുതിയത് കൊടുക്കുമ്പോൾ ഇവള് അയ്യോ ഞാൻ വർഷമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഞാൻ തേച്ച് തുടങ്ങിയ സാധനമാണ് ഈ സാധനം, നിങ്ങളിത് തേക്കണം. എന്നിട്ട് അടുത്ത ആഴ്ച നോക്കുമ്പോൾ വേറൊരു സാധനവും കൊണ്ടുവന്നിട്ട് ഞാൻ നൂറ്റാണ്ടുകളായിട്ട് തേക്കണ സാധനമാണ് ഈ സാധനം, നിങ്ങളും തേക്കണം. എന്തുപാട് നാട്ടുകാരെ പറ്റിക്കുന്നതിന് പരിധിയില്ലേ? ഇത് കുറച്ച് കടന്നു പോയിട്ടാ. എന്തായാലും നമുക്ക് ഒരു സൺസ്ക്രീൻ തേപ്പ് കാണാം. ഈ തേപ്പോട് തേപ്പ് തന്നെ. Actually feels like serum, not sunscreen. You know, it's very easy to say wear sunscreen every day, but do we actually feel like wearing one? Because every time I tried, they would either clog my pores or make me feel like an oil pan. But honestly, this one kills it. Look at this texture though. It's literally like milk. It just melts into my skin. Very lightweight, yet super matte. It blends literally under seconds and it actually feels like serum, not sunscreen. Also, it sits really well on the skin. No heaviness, no sticky feeling, and I just love that skin-like finish it gives. I've been using this under my makeup on a daily basis and it works so well as a base. And my makeup blends easily over this one. No breakouts, no weird texture, absolutely nothing. And knowing this is clinically and in vivo tested just makes me trust it so much more. Honestly, this is that one sunscreen that finally made me want to wear sunscreen every single day. Comment down if you want the link. ഇപ്പം എനിക്ക് 2 വട്ടം കമൻറ്റ് ചെയ്യാം. ലിങ്ക് അയച്ചാൽ ലിങ്ക് വാങ്ങിച്ച് തേച്ച് മൂഞ്ചി എല്ലാം പെണ്ണുങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇവളുമാർ വാങ്ങിച്ച് തേച്ചും കൊണ്ട് ഇപ്പം നമ്മൾ ഗ്ലോ അടിച്ച് പറക്കുമെന്ന് പറയും. ഇവളുമാർ പൈസ കൊടുത്ത് വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഓക്കെ, ക്ലിനിക്കുകളിലൊക്കെ പോയിട്ട് ഡോക്ടറിൻ്റെ അഡ്വൈസോട് കൂടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും, വേറെ സ്കിന്നൊന്നും ഇഷ്യൂസ് വരാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്. എന്നിട്ട് നാട്ടുകാരത്ത് പറയും
അയ്യോ ഞാൻ ദാ ഇത് വരുത്തയച്ചപ്പോൾ ഞാൻ ഇങ്ങനെയായി, ഞാൻ അത് വരുത്തയച്ചപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറഞ്ഞ് പറ്റിച്ച് കാശുണ്ടാക്കുക. അവർ പ്രൊമോഷൻ ചെയ്ത് ലക്ഷങ്ങൾ വാങ്ങും. നിങ്ങൾ അയ്യോ എൻ്റെ അപർണ ചേച്ചി പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് വാരിത്തേക്ക് മൂഞ്ചു. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഫെബ്രുവരിയിലാണെങ്കിൽ ഏപ്രിൽ വേറെ, ഇങ്ങനെ മാറ്റി മാറ്റി പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ഇവരുടെ ഓരോരോ സ്ട്രാറ്റജിയാണ്. മൂഞ്ചുന്നതാരാ? നിങ്ങൾ. എല്ലാ പെണ്ണുങ്ങളും അല്ല, കുറേ പെണ്ണുങ്ങൾ. എന്നാൽ ഇവളുമാരെ ഒന്ന് ഫോളോ ചെയ്യാത്ത മാന്യമായിട്ടുള്ള എൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള പെണ്ണുങ്ങളുണ്ടെന്ന് സത്യം. അത് കാണുമ്പോഴാണ് എനിക്ക് ആശ്വാസം. ഞാൻ പറയുന്നത് കേട്ടനുസരിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. അത് മതി. നമ്മുടെ വിജയം അവിടെയാണ് ഇരിക്കുന്നത്. ഒരു 10 പേരെങ്കിൽ 10 പേര്, അല്ല നമുക്ക് 10,000 പേരൊന്നുമില്ല, ഒരു 10 പേര് അത് മതി. നമ്മൾ പറയുന്നത് ജെന്യൂൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു 10 പേര്, അവിടെയാണ് നമ്മുടെ വിജയം. ഓക്കെ, അപ്പം അപർണ ചേച്ചി മൂഞ്ചിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൂഞ്ചിയില്ലെങ്കിൽ ബാക്കി ഞാൻ മൂഞ്ചിപ്പിച്ചു തരാം. അടുത്ത ക്രീം ഫെബ്രുവരിയിൽ, അതാണെങ്കിൽ ഏപ്രിലിൽ ഇത്. I want sunscreen and I also want that glow, but I am not ready to layer 3 products in this heat. So I saw this K Beauty tinted sunscreen. This is the Hydra Glow tinted sunscreen. And when it's K Beauty, you already know. Okay, I'm just gonna see how this works. And oh, by the way, I'm using the shade medium here. And FYI, it's a tinted sunscreen, so it evens out your skin. Plus, this also has SPF 40 PA++, which is great. Well, with sunscreen, without sunscreen, and this side really looks glowy, but it is very subtle also. I love that. No white cast, super easy to blend, and it does not feel greasy at all. I'm just gonna blend to the rest of my face. It is giving that really clean glass skin kind of finish. And I love that it has ceramides, hyaluronic acid and vitamin C, so it actually feels like skincare. I think this is more than enough for an everyday base. So if you also want that easy glow without doing too much, you can go for this. വല്ലത് മനസ്സിലായ? കോപ്പ് ഫുൾ ഇംഗ്ലീഷ്, പൊളന്ന ഇംഗ്ലീഷ്. മലയാളത്തിൽ പറയടേ, ഇത് എന്തരടേ? പോട്ട് എന്തായാലും 2 സാധനം എടുത്ത് പൊക്കി പിടിച്ചിട്ട് വേണമെങ്കിൽ വന്നോളൂ, ലിങ്ക് തരാമെന്ന്. ആ സെറ്റപ്പ് പ്രൊമോഷൻ അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ കണ്ടുപോയി വീഴുന്ന പെണ്ണുങ്ങളെ നിൻ്റെയൊക്കെ മോന്തകൾ മറ്റേ ടാറിട്ട് ഉരച്ചോലെ ആവും. അവസാനം കുരു അതും ഇതൊക്കെ വന്ന് നല്ല സ്കിൻ ക്യാൻസർ വന്ന് നീയൊക്കെ ചാവും. വല്ല ആവശ്യം ഉണ്ടായില്ല. ഇവളുമാരാണെങ്കിൽ കഴുകി കളഞ്ഞിട്ട് വീടുകളിൽ പോയി കിടന്ന് കമന്ന് വാങ്ങും. എന്നിട്ട് വേറെ പോയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഇവിടെ നിന്ന് ലക്ഷങ്ങൾ വാരം ചെയ്യും പ്രൊമോഷൻ. വിഡ്ഢികളായ കുറേ പെണ്ണുങ്ങളുണ്ട് ഇവളുമാരൊക്കെ നമ്പാൻ. അല്ലാണ്ട് ഞാൻ എന്ത് പറയാന്? നമ്മൾ വല്ലതും പറഞ്ഞ് എൻ്റെ പൊന്നെ ഉറക്കം വരണം. എന്തായാലും ബാക്കിയും കൂടി അടുത്തിനി മോയ്സ്ചറൈസർ ഉണ്ട്. മോയ്സ്ചറൈസർ ഉള്ള സാമഗ്രികൾ എല്ലാം വരികളുമാർ ഫെബ്രുവരിയിൽ 1, മാർച്ചിൽ 1, ഏപ്രിൽ വേറെ 1 എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കാണുന്നവളുമാർ ചേച്ചി ഈ മാസം അത്, അടുത്ത മാസം ഇത്, എല്ലാം വാങ്ങിച്ചതായിരിക്കും. മോഞ്ചും. അല്ലാണ്ട് എന്ത് പറയാം? അടുത്തത് തുടങ്ങട്ടെ. So, my skin has a thing, okay? It just doesn't like heavy moisturizers. So, if my moisturizer feels sticky, I am out. And this Dot & Key Vitamin C plus E moisturizer, I've been using this for so long, still love it, and I've been very consistent with this one. I'm pretty sure you all love this. You all use this moisturizer because of its super gel-like texture. You see? It absorbs really quickly to your skin, and it's absolutely non-greasy. So this has triple vitamin C, vitamin E and blood orange. So it boosts my glow, it helps with dark spots, and it keeps my skin hydrated without clogging the pores. Now my skin looks really even, more glowy, and it just feels really comfortable. It's just one of those moisturizers that does its job without being annoying. So if you like your skincare, especially your moisturizer light but effective, you'll get this one. ഇവളെന്ത് കോപ്പാടേ പറയുന്നത്? എനിക്കൊരു തേങ്ങ മനസ്സിലാവുന്നില്ല. ആകെ മനസ്സിലായത് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് മാത്രം. സത്യത്തിൽ ഇവളെന്ത് തേങ്ങ പറയുന്നത്? കേട്ട് തന്നെ എൻ്റെ ഉറക്കം പോയി. പൊളന്ന ഇംഗ്ലീഷ്. എന്തായാലും അമ്മച്ചി പറഞ്ഞത് വേറെ ഒന്നുമല്ല. നിങ്ങൾ വാങ്ങിച്ച് തേഞ്ഞൊട്ടടേ എന്നാണ്. കാര്യം പിടിയിട്ടില്ല. വാങ്ങിച്ച് തേഞ്ഞൊട്ടറി, കൂടുതലൊന്നും പറയില്ല. ഇതിപ്പോൾ ഫെബ്രുവരിയിലാണെങ്കിൽ അടുത്ത് ഏപ്രിലാകുമ്പോൾ വേറെ സാധനം പ്രൊമോട്ട് ചെയ്യും. അപ്പം ആൾക്കാർക്ക് തന്നെ കൺഫ്യൂഷൻ ഇല്ലടോ, ഇതിലേത് വാങ്ങിച്ച് തേക്കണമെന്ന്. ഇവർ നാട്ടുകാരെ മുഞ്ചിക്കണമെന്ന് പോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ശേഷിയില്ലാത്ത മൊണ്ണകളാണ് കുറേ എണ്ണം. Skin has one demand. Hydrate me, but don't you dare make me look oily. And apparently that is too much to ask from most moisturizers.
And every time I found a moisturizer that felt hydrating, it would either feel greasy or it clogged my pores. So lately, I've been using the Deconstruct oil-free moisturizer, and probably this is the first one that actually understands oily skin. Probably because it's in vivo tested, which means it is actually tested on human skin. It has 3% NMF complex that helps hydrate the skin and 0.2% panthenol that helps support the skin barrier. Its texture is super lightweight and it does not feel sticky, and most importantly, it doesn't clog my pores or trigger breakouts. Finding the best moisturizer for oily skin is honestly about finding one that hydrates without feeling heavy, and this one does exactly that. അതൊക്കെ ഇരിക്കട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്ന വേറെ ഒന്നല്ല. അടുത്ത പ്രാവശ്യം വന്ന കുറച്ച് മലയാളത്തിൽ പറ, അല്ലെങ്കിൽ സബ്ടൈറ്റിലെങ്കിലും കൊടുത്തേ. എനിക്കിത് തേങ്ങ മനസ്സിലാവില്ല കേട്ടോ. എന്തുവാ ഇത്? ഇപ്പം ചേച്ചി മാസം ഓരോന്ന് തേക്കും, നാട്ടുകാരൻ തേപ്പിക്കും, തേച്ചോണ്ടിരിക്കും, മൊത്തത്തിൽ തേഞ്ഞൊട്ടിക്കൊണ്ടിരിക്കും. ചേച്ചി ട്രീറ്റ്മെൻറ്റൊക്കെ എങ്ങനെ പോകുന്നു? നമ്മുടെ മറ്റേ ദെയർഫോർ കൊള്ളാമോ? നൈസായിട്ടൊക്കെ പോകുന്നുണ്ടോ? ഞാനുണ്ട് നാട്ടുകാരെ പറ്റിച്ച് മുഞ്ചി ജീവിക്കാനായിട്ട്. അതിനും വേണം ഒരു ക്വാളിറ്റി. ഒന്നും പറയാനില്ല. ഇതെങ്ങനെ സാധിക്കുന്നുണ്ട്? എനിക്കൊക്കെ ആണെങ്കിൽ പറ്റിച്ച് ആണെങ്കിൽ എനിക്ക് വെള്ളം ഇറങ്ങത്തോലും ഇല്ല. ഇതെങ്ങനെ നാട്ടുകാരെ ഇങ്ങനെ മൊത്തത്തിൽ മുഞ്ചിച്ച് ഓരോ ഉടായ്പ സാധനങ്ങളൊക്കെ പിടിച്ച് പ്രൊമോട്ട് ചെയ്യിപ്പിച്ച് പ്രത്യേക കഴിവേറിപ്പോയി ചേച്ചിയെ പോലത്തെ ആൾക്കാരാണെങ്കിൽ സമൂഹത്തിന് ഇനി ആവശ്യം നമുക്ക്. ഒന്നും പറയാനില്ല. അതിരിക്കട്ടെ ചേച്ചിയുടെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള വീഡിയോയിലോട്ട് നമുക്കൊന്ന് സഞ്ചരിക്കാം. പിന്നെ ചേച്ചി ഓരോ ക്രീം എടുത്ത് വെച്ചിട്ടും പറയണം ഞാൻ കാലാകാലമായിട്ട് യൂസ് ചെയ്യണമെന്ന്. എല്ലാം കൂടി ഒരുമിച്ച് കുഴച്ച് കഴിക്കുമോ? ഓരോ ദിവസം ഓരോന്ന് പ്രൊമോട്ട് ചെയ്യണതാണ്, എന്നിട്ട് പറയും ഞാൻ കാലാകാലമായിട്ട് യൂസ് ചെയ്യണമെന്ന്. കോപ്പ് ഈ മറ്റേ ആസ്ട്രോ ട്രാക്ക് കുറേ എണ്ണം എടുത്ത് വെച്ചിട്ട് എൻ്റെ വീട് വെച്ചത്, എൻ്റെ അച്ഛൻ വന്നത്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ വന്നത്, എൻ്റെ അച്ചാറ് പോയതൊക്കെ എന്ന് പറഞ്ഞും കൊണ്ട് വർഷങ്ങളോളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞും കൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഉടായിപ്പടേ. നമുക്ക് പ്രൊമോഷൻ കിട്ടാത്തൊന്നുമില്ല, നമുക്ക് വരാറുണ്ട്. ഉടായിപ്പളായതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല. എന്തിനാണ് നിങ്ങളെ പറ്റിച്ചിട്ട് നമുക്ക് കാശുണ്ടാക്കേണ്ട? നമുക്ക് അന്നം തരുന്ന, അല്ലെങ്കിൽ നമുക്ക് കാശ് കിട്ടുന്നത് നിങ്ങളുടെ വ്യൂവേഴ്സിലൂടെയാണ്. നിങ്ങൾ വ്യൂ ചെയ്യുന്നതുകൊണ്ട് കാശ് കിട്ടുന്നുണ്ട്. പിന്നെ ഇനി നിങ്ങളെ പറ്റിച്ചും കൂടി കാശുണ്ടാക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ആ ഗതികെട്ട തന്തയില്ലാത്ത പരിപാടി നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മുടെ അപർണ ചേച്ചി കുറച്ച് നാളുകൾക്ക് മുന്നേ മൊഴിഞ്ഞതൊന്ന് കേൾക്കാം. Finally, I am doing a skincare video. ഇന്നത്തെ വീഡിയോ ഒത്തിരി അലങ്കാരങ്ങളൊന്നുമില്ല. I'm just going to do my morning skincare routine, which is my current morning skincare routine. അപ്പൊ ചേച്ചി കറണ്ട് അടിച്ച ഇപ്പോഴത്തെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കാണിക്കാമെന്നാണ് പറയുന്നത്. ചേച്ചി ഏതെങ്കിലും ഒന്നിലെ കുറച്ചിരിക്കണം കേട്ടോ. 4 വള്ളത്തിൽ കൂടി ചേർത്ത് 4ആയിട്ട് കിളിഞ്ഞും കൊണ്ടങ്ങ് പോകും. പറഞ്ഞതേ ഉള്ളൂ, ഒരു മുന്നറിയിപ്പ് തന്നത്. ചേച്ചി എന്തായാലും സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ച് I use a lot of products. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. I switch up my products every now and then. I use a lot of products in my both AM and PM routines, and I also do take my skincare routines very seriously. I do them without fail every single day. Appam innu njan kanikkunna ee current morning skincare routine is what I am following these days, is what I am following at the moment, and these products aanu njan ippam use cheyidondirikkunnathu korchu naalayittu. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുതിയ പ്രോഡക്ട്സ് യൂസ് ചെയ്യും, പുതിയ ബ്രാൻഡ്സിലെ പ്രോഡക്ട്സ് ട്രൈ ഔട്ട് ചെയ്യും, പുതിയത് മേടിക്കുമ്പോൾ യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും ദീസ് പ്രോഡക്ട്സ് വിച്ച് ഐ എം അബൌട്ട് ടു ഷോ യു ആർ ദെയർ, ആർ ദെയർ വിത്ത് മീ ഫോർ ദ ലോങ്സ്റ്റ് ടൈം. ദീസ് ഹാവ് ബിൻ ലൈക്ക് എ കോൺസ്റ്റന്റ് ഇൻ മൈ സ്കിൻ കെയർ റൂട്ടീൻസ് ബോത്ത് മോർണിംഗും ഈവനിങ്ങും. അപ്പം ചേച്ചി ആദ്യം തന്നെ ഒരു ലൈസൻസ് എടുത്തു. ആ ലൈസൻസാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കറിയാലോ സുഹൃത്തുക്കളെ, ഞാൻ ആഴ്ചയിൽ ഓരോന്നാണ് തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ സ്ഥിരം അങ്ങനെ ഒന്നും തേക്കാറില്ല. ആഴ്ചയിൽ ഓരോന്നാണ് തേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത് നല്ല ഒന്നാം തരം പറ്റിപ്പാണ് ചേച്ചി ഇവിടെ നടത്തിയിട്ടുള്ളത് അല്ലേ. ഇത് കണ്ടും കൊണ്ടാവും അപ്പോൾ ആഴ്ചയിൽ ഓരോന്ന് തേക്കണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളൊക്കെ തേക്കുന്നത് വാങ്ങിച്ചും കൊണ്ട് വീട്ടിൽ ജെട്ടി വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഓരോരുത്തർ അടുത്ത് ഇതൊക്കെ വാങ്ങിച്ചങ്ങ് തേക്കിവിടെ ആഴ്ചയിൽ ഓരോന്നായിട്ട് ഇവളുമാർ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എത്ര വീടുകൾ നശിച്ചാണ്. നിന്നെയൊക്കെ സമ്മതിച്ചിടേ. ഉടായ്പ നടത്തിയിട്ട് ഒരു ഇതെടുക്കണം, ജാമ്യം എടുത്തോണ്ടിരിക്കുകയാണ്. ലൈസൻസ് അല്ല, സോറി, ജാമ്യം എടുത്തിട്ട് ഇരിക്കുകയാണ്. നാട്ടുകാരെ പറ്റിക്കുന്നതിനൊക്കെ നിനക്കൊക്കെ PhD തന്നെ തരണം. നിങ്ങളെല്ലാവരും ടഫാണ്. ആരാദ്യം പറ്റിക്കുമെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. പണ തലയിൽ കെട്ടും കെട്ടിയിരിക്കുകയാണ്. So to start off, my first and very important step in my morning skincare routine is of course the cleanser. I think cleanser എന്ന് പറയുന്ന step, it's a little underrated because people might think, okay, ഞാൻ കിടന്നുറങ്ങിയതല്ലേ രാത്രി, my skin is all clean because I put my nighttime skincare products and it's all very clean and good. വെറുതെ വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ട് people might skip the morning cleansing step.
but that is absolutely not right. You have to choose the right cleanser according to your skin type, and you should wash your face. ഈ ഒരു 33 സെക്കൻഡിൻ്റെ ഇടയിൽ തന്നെ ചേച്ചി 4 വട്ടം പറഞ്ഞ് ക്ലെൻസർ ഇത് ഏത് ലാസർ? ഈ ക്ലെൻസർ എന്ന് പറയുന്ന സാധനം എന്ത് തേങ്ങയാ? ഈ സാധനത്തിൻ്റെ ഇടയിൽ കൂടി 4 വട്ടം പ്രൊമോട്ട് ചെയ്യും. ഇനി വേറെ 4 എണ്ണം കൂടി ഇതിൻ്റെ ഇടയിൽ കയറ്റി പ്രൊമോട്ട് ചെയ്യും. നിൻ്റെയൊക്കെ ഓഡിയൻസ് ഇതെല്ലാം വാങ്ങിച്ചു മുടിയല്ലോ ഡേ. ആരുടെ ഇതൊക്കെ? ബാക്കി പറ. First thing in the morning, adile enikku no compromise. I wash my face the very first thing in the morning when I get up. So ippum I've been using and loving this particular face wash from Pond's. This is the Pond's Hydra Light Gel Face Wash. ഇത് ഒരു ജെൽ ഫേസ് വാഷ് ആണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഇറ്റ് ഡസന്റ് ഡ്രൈ ഔട്ട്, ഇറ്റ് ഡസന്റ് മേക്ക് മൈ സ്കിൻ വെരി ടൈറ്റ്, ഓൾസോ ഇറ്റ് ഡസ് നോട്ട് മേക്ക് മൈ സ്കിൻ ഫീൽ ഡീഹൈഡ്രേറ്റഡ്. ഈ 3 സാധനങ്ങളും എനിക്കിത് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് എന്നാണോ എന്റെ കൈ കിട്ടിയ അന്ന് തൊട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് യൂസ് ചെയ്യുമ്പോഴും ഇഷ്ടപ്പെട്ടു. സോ ഐ ഹവ് ബിൻ സ്റ്റിക്കിംഗ് ഓൺ with this particular cleanser. So ee Pond's cleanser la we have hyaluronic acid, which is micro hyaluronic acid aanu idilullathu. Adonde thanne it does not make your skin dry. Etra nammal face wash cheyidu kazhinjalum you feel like your skin is very hydrated. Oru tightness or dehydration onnum undavilla. Okay, so let's jump right into the cleansing process. ഞാൻ ഇപ്പോൾ എൻ്റെ ഫേസ് വെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നനച്ചിട്ടുണ്ട്. എന്തായാലും ഫേസ് നനച്ചിട്ട് വേണം നമ്മൾ ഏത് ക്ലെൻസറും യൂസ് ചെയ്യാനായിട്ട്. സോ ഐ ഹവ് ഗോട്ട് മൈ Pond's Hydra Light Gel Face Wash, and as the name suggests, it's a gel consistency face wash. കണ്ടോ? ആൻഡ് ഓൾസോ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇസ് ഹൈലൂറോണിക് ആസിഡ്. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇഫ് യു ഹാവ് ഡ്രൈ സ്കിൻ ദെൻ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഇസ് ഹൈലൂറോണിക് ആസിഡ്. അപ്പം ഹൈലൂറോണിക് ആസിഡ് ഉള്ള ഒരു ഫേസ് വാഷ് ആണ് ഇത്. ആൻഡ് വെൻ യു ഡു യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ് ഇറ്റ് ജസ്റ്റ് ലാദർ അപ്പ്. സി, നല്ല പോലെ ലാദർ ആവും. ആൻഡ് ദെൻ യു ടേക്ക് ഇറ്റ് ഓൺ ടു യുവർ ഫേസ്. നല്ലപോലെ പയ്യെ ജെന്റ്ലി ഇങ്ങനെ ക്ലെൻസ് ചെയ്താൽ മതി. ഡോണ്ട് റബ് ഇറ്റ് സോ ഹാർഡ്. പയ്യെ ഇതുപോലെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ലെഫ്റ്റ് വിത്ത് ഹൈഡ്രേറ്റിംഗ് ഗ്ലോ ആൻഡ് ഓൾസോ ഭയങ്കര ക്ലെൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. ആൻഡ് ഓൾസോ ദിസ് ഹാസ് വെരി ലിറ്റിൽ ഫ്രേഗ്രൻസ് വിച്ച് ഐ തിങ്ക് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. എന്നെ സംബന്ധിച്ച് എനിക്കത് കുഴപ്പമില്ലാത്തതാണ്. ആൻഡ് ഓൾസോ gel texture is also very hydrating and also refreshing. So when you do this first thing in the morning as your പണ്ടാറടങ്ങാനായിട്ട് ഇവളെയൊക്കെ വീഡിയോ ചെയ്ത് എനിക്ക് ഉറക്കം വന്നു വയ്യ. എന്തായാലും 11 പ്രാവശ്യം പറഞ്ഞടേ ക്ലെൻസർ ആരുടെ ലാസർ. ഇവളൊക്കെ സമ്മതിച്ചോട്ടെ, ഒരു രക്ഷയില്ലേ. ഇതൊക്കെ എവിടെ നിന്നോ എന്താ കുറ്റിയും പറിച്ചുകൊണ്ട് വന്നത്. ഞാൻ 1-2 കമൻസ് വായിക്കാമേ. ഡിയർ അപർണ, വി ആർ ആക്ച്വലി വെയിറ്റിംഗ് ഫോർ യുവർ ജെനുവിൻ അതായത് നോ സ്പോൺസേർഡ് സ്കിൻ കെയർ റൂട്ടീൻ ആൻഡ് ദാറ്റ്സ് വാട്ട് വി റിക്വസ്റ്റഡ് ദ മോസ്റ്റ് ഫോർ. ഓൾമോസ്റ്റ് 7 minutes ഓഫ് ദ 16-minute വീഡിയോ ജസ്റ്റ് ഫോർ ദ ക്ലെൻസർ ആഡ്. അതാണ് ക്ലെൻസർ. 11 പ്രാവശ്യം പറഞ്ഞു. Seems like you are doing this content just for the ad and not as per our request. Girl, we love your skin and it's flawless. We would really love to see you actually non-sponsored routine. It's even incomplete. Where is the lip care through? എന്ത് തേങ്ങ എന്താ ഇവളൊക്കെ വേറെ ഉടായിപ്പോ. അത് മാത്രമേ ഞാൻ പറഞ്ഞുതരാം. I'm damn sure that you are not even using this Pond's product. I used to concrete every single shots and videos of yours. You use different types of moisture sunscreen just for the promotion. And also I have seen on of your interview that you said Jiva not to reveal the sunscreen brand which was cheap. I hope one day you will disclose about the real brands you are using and not the cheap products for money. As you started from zero level, not born with a silver spoon in mouth, and so you can understand the reality and truth behind fake promoting brand. ഇവളൊക്കെ വെറും ഉടായിപ്പടേ. ഇനി എന്തോന്ന് മനസ്സിലാക്കാൻ. പോൺസ് ഒരിക്കലും ഇവയൊന്നും യൂസ് ചെയ്യില്ല. ഇറ്റ്സ് ഓൺലി ഫോർ ബിസിനസ്. ചേച്ചി ഒരുപാട് ആൾക്കാരുടെ വീഡിയോ കണ്ട് എന്നിട്ട് ചേച്ചിയുടെ വിശ്വസിച്ച് ഞാൻ വാങ്ങിച്ച് ഈ ഫേസ് വാഷ് ഇപ്പോൾ എൻ്റെ സ്കിൻ ഫുൾ പിമ്പിൾസാണ്. നിനക്കൊക്കെ വേണം ഇതുപോലത്തെ ഉടായ്പകൾ പറയുന്നതും കേട്ടും കൊണ്ട് പോയി വാങ്ങി ഓരോന്ന് വാങ്ങിച്ച് തേച്ച് പൂഞ്ചിക്കൊണ്ടി. നീലു അഞ്ജൂസ് ബ്ലോഗ്. എന്തോ പെണ്ണെ നീ ഇങ്ങനെ കുറുമ്പിയാവരുത്. ചേച്ചി എന്താ സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവനാളമേ പ്രണയ നീ അന്നൊരിക്കലെൻ്റെ ഞാനിതെവിടെ പോകണം, ഉറങ്ങിപ്പോയി പാട്ട് പാടിയത് വിട്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ അപർണ ചേച്ചൻ
ഒരു ക്ലെൻസിങ് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ക്ലെൻസിങ് അല്ല, ചേച്ചി കുറേ ക്ലെൻസർമാർ പ്രൊമോട്ട് ചെയ്ത് തള്ളുന്നുണ്ടല്ലോ. എന്നാൽ ചേച്ചി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നമ്മുടെ മറ്റേ ഊഫർ ഷെറീഫ് മറ്റേ ചേച്ചിയുടെ അടുത്താണ്, മറ്റേ ഡോക്ടർ ചേച്ചിയുടെ അടുത്താണ്. അപ്പം അതിനർത്ഥം എല്ലാ ഉടായ്പം കഴിഞ്ഞ് അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, മൂഞ്ചുന്നു, നാട്ടുകാരെ പറ്റിക്കുന്നു, വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. വാട്ട് എ പിറ്റി ഓൺ ഷെയിം ഓൺ യു. ഇതിനേക്കാളും നല്ലത് നീയൊക്കെ പാര എടുത്തുകൊണ്ട് കക്കാൻ ഇറങ്ങും, അല്ലെങ്കിൽ കട്ടിട്ട് പാര കൊണ്ട് തിരിച്ചു വരും. ഇത് ഏതെങ്കിലുമൊക്കെ ചെയ്യും. അന്തസ്സുണ്ട്. കഷ്ടം. നാട്ടുകാരെ പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് കണ്ടിട്ട് വിഡ്ഢികളായ കുറേ എണ്ണം വീണ്ടും പോയി വീഴും. അതിനെയൊക്കെ പറ്റി ചിന്തിക്കുമ്പോഴാണ് എനിക്കൊരു എത്തും പിടിയും കിട്ടാത്തത്. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്താ ഇവിടെ ഇങ്ങനെ? കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ഇടണം. ബൈ.